Hello everyone, good afternoon. Assalamu alaikum warahmatullahi wabarakatuh. പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോ മോഡിൽ വരികയാണെങ്കിൽ ഒന്നുകൂടി കണ്ട് സംസാരിക്കുമ്പോൾ ഒന്നുകൂടി എഫക്റ്റീവ് ആയിരിക്കും. എന്തൊക്കെയാണ് എല്ലാവർക്കും റാഹത്തല്ലേ, സുഖമായിട്ടിരിക്കണില്ലേ? നിങ്ങൾ വീഡിയോ മോഡിൽ വരാം, അതുപോലെ ചാറ്റ് ബോക്സും യൂസ് ചെയ്യാട്ടോ, സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ലാ. സോ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ലാ. ഇനി ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാവർക്കും വലിയൊരു നന്ദിയാണ് പറയണത്. താങ്ക് യു സോ മച്ച്. പല തിരക്കുകളിൽ നിന്നും പിന്നെ വീട്ടിലാണെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മക്കളൊക്കെ നോക്കിയൊക്കെ സൈഡാക്കി ഒന്ന് കിടക്കേണ്ട നേരത്താണ് നിങ്ങൾ എല്ലാവരും വന്ന് എന്നെ കേൾക്കാൻ ഇവിടെ ഇരുന്നിട്ടുള്ളത്. അപ്പൊ അതിന് താങ്ക് യു സോ മച്ച്. ഇൻഷാല്ല പിന്നെ റബ്ബിന്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന റബ്ബിന്റെ അടുത്ത് എനിക്ക് സംസാരിക്കാനും നിങ്ങളൊക്കെ കേൾക്കാൻ ഇത്രയും ആൾക്കാർ വരാനും തന്ന റബ്ബിന്റെ അടുത്തും ഒരുപാട് ഹംദ് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അൽഹംദുലില്ലാ. എനിവേ, നിങ്ങളൊക്കെ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്? ആക്ച്വലി എന്ത് പ്രതീക്ഷിച്ചിട്ടാ നിങ്ങൾ വന്നേ? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാട്ടോ. നമ്മുടെ പോസ്റ്ററൊക്കെ കണ്ടപ്പോ സന്തോഷിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് വന്നവരായിരിക്കും അല്ലെ. ഇൻഷാല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ. എനിവേ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. മോർണിംഗിൽ എഴുന്നേറ്റ് മുതൽ നൈറ്റ് കിടക്കാം നേരം വരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നതിന്റെ അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ അൾട്ടിമേറ്റ് അതിനൊക്കെ പേർപ്പസ് എന്താണ്? ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് അതിന്റെ അൾട്ടിമേറ്റ് എയിം അതിന്റെ ഒരു പേർപ്പസ് എന്താണ്? എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടല്ലേ? നമ്മൾ എന്താണ് ഫുഡ് കഴിക്കുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അതിന്റെ അൾട്ടിമേറ്റ് എയിം നോക്കുകയാണെങ്കിൽ നമ്മൾ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ആണോ? നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഫുഡ് കഴിക്കുന്നത്, നമ്മൾ നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് ഒരുങ്ങി നടക്കുന്നതൊക്കെ? ആണോ അല്ലയോ? ആരാ വൈറ്റ് ബോർഡ് ഒക്കെ ഓൺ ചെയ്യുന്നേ? ഓക്കെ. നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിലും നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും അതിന്റെ അൾട്ടിമേറ്റ് വരുന്നത് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കാം. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുക, ഖുർആൻ ഓതുക, അങ്ങനെയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ എയിം എന്താ? നമ്മൾ ഇൻഷാല്ല നമുക്ക് സ്വർഗത്തിൽ പോകണം, അവിടെ നമുക്കൊരു സന്തോഷം കിട്ടണം എന്നുള്ള ഒരു എയിം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ. ഇനി നമ്മൾ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലോ അതും നമ്മളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ, എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ് എയിം വരുന്നത് നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോ മോർണിംഗിൽ ഉറങ്ങി എഴുന്നേറ്റ് ഈ ഒരു ഉച്ച സമയം വരെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്ത എന്തെങ്കിലുമൊക്കെ ഒരു മൊമെന്റ് ഉണ്ട്, അത് നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഇടുവോ? നിങ്ങൾ ഏറ്റവും ഹാപ്പി ആക്കിയിട്ട് ഇന്ന് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ഒന്ന് എല്ലാവരും നോട്ട് ചെയ്യോ ചാറ്റ് ബോക്സിൽ? ഓക്കെ. ഓക്കെ. മാഷാല്ലോ. നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അല്ലേ. എനിവേ, ഇങ്ങനെയൊക്കെ ഹാപ്പി ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് എന്താണെന്നറിയോ, നമ്മുടെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ്. ആ സമയത്താണ് നമ്മുടെ ബ്രെയിൻ നല്ല ഷാർപ്പായിട്ട് നല്ല പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യണത്. അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കൽ ഇമ്പോർട്ടന്റ് ആണോ? യെസ്. ഓക്കെ, മാഷാല്ല. സോ പഠിക്കുന്ന മക്കളാണെങ്കിൽ അവർക്ക് നന്നായിട്ട് പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ നല്ലപോലെ ഗ്രാസ്പ് ചെയ്യാനൊക്കെ പറ്റുന്നത് അവർ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ്. ഇനിയിപ്പോ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ടാസ്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാനും എല്ലാത്തിനും ഭംഗിയായിട്ട് പറ്റുന്നത് അവർ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്താണ്. ഇനി നമ്മുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരികയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സോൾവ് ചെയ്യണം അല്ലേ. അപ്പം അങ്ങനെ സോൾവ് ചെയ്യാനായിട്ടുള്ള ആ പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് വരുന്നതും നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ്. ആണോ? എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്?
നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് ബേജാറായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമോ? മൊത്തം ബ്ലാങ്ക് ആയിരിക്കും അല്ലേ? യെസ്. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിലോ നമുക്ക് എല്ലാ കാര്യവും ഭംഗിയായിട്ട് നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടും മൊത്തത്തില്, അല്ലേ? യെസ്. അതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കണം, ഡിസിഷൻസ് എടുക്കണം. അങ്ങനെ തീരുമാനം എടുക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ട് കാമായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റുന്നതും. അതുപോലെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ പിന്നെ ഒരു ഗുണം കൂടി ഉണ്ട്. എന്താ? നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് കിടക്കും. അത് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടമല്ലേ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുന്നത്? യെസ്. അങ്ങനെ ഇരിക്കണേ എന്ത് ചെയ്യണം? നമ്മൾ എപ്പോഴും വിഷമിച്ച് പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യൂല, സ്കിന്നൊന്നും അങ്ങനെ ഗ്ലോ ആയിട്ട് ഇരിക്കൂല. ഗ്ലോ ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക. ഇൻഷാല്ലാ. അതുപോലെ പിന്നെ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാനും പറ്റും നല്ല ഹാപ്പി ആണെങ്കിൽ. അതുപോലെ നമുക്ക് നല്ല ഫിസിക്കലി മെന്റലി നല്ല ഫിറ്റ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും വേണ്ടതാണ് ലോങ് ലൈഫിൽ ദീർഘായുസിന് എല്ലാവരും പ്രാർത്ഥിക്കുന്നവരല്ലേ? ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് വേണമെങ്കിൽ നമ്മൾ എല്ലാവരും ദുആ ചെയ്യലുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാപ്പി ആയിട്ട് ഇരിക്കണം, സന്തോഷമായിട്ട് ഇരിക്കണം. വേണോ വേണ്ടയോ? സന്തോഷമായിട്ട് ഇരിക്കണം അല്ലേ? യെസ്. ശരിക്കും എന്താണ് ഈ ഹാപ്പിനെസ്? വാട്ട് ഈസ് ഹാപ്പിനെസ്? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? വാട്ട് ഈസ് ഹാപ്പിനെസ്? നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ പറഞ്ഞേക്ക്. വാട്ട് ഈസ് ഹാപ്പിനെസ്? ഞാൻ ചാറ്റ് ബോക്സ് നോക്കുന്നുണ്ട്. യെസ്, സമാധാനമുള്ള ലൈഫ്. ഓരോരുത്തരുടെ ഒപ്പീനിയൻ പറഞ്ഞോ. നിങ്ങൾക്ക് എന്താണ് ഹാപ്പിനെസ്? യാ, ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസേഴ്സ്. ഓക്കെ, സ്ട്രെസ് ഫ്രീ അറ്റ്മോസ്ഫിയർ. അങ്ങനെ ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ചെയ്ത് ഹാപ്പിനെസ് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? യെസ്. അപ്പൊ ഈ ഹാപ്പിനെസ് എവിടെ നിന്നാ കിട്ടുന്നത്? നമുക്ക് വല്ല കടയിൽ പോയാലും സൂപ്പർ മാർക്കറ്റിൽ പോയാലും കിട്ടുന്ന സാധനമാണോ ഹാപ്പിനെസ്? അങ്ങനെ എവിടെയെങ്കിലൊക്കെ വാങ്ങാൻ കിട്ടിയിട്ടുണ്ടോ നിങ്ങളുടെ അറിവില്? ഉണ്ടോ? എന്താ തോന്നുന്നേ? ഇല്ല അല്ലെ? ഹാപ്പിനെസ് എപ്പോഴും നമ്മുടെ അകത്തുനിന്ന് വരേണ്ട ഒരു കാര്യമാണ്, അല്ലേ? നമ്മുടെ അകത്തുനിന്ന് വരേണ്ട സാധനമല്ലേ ഹാപ്പിനെസ്? യെസ്. അപ്പോൾ ഈ ഹാപ്പിനെസ് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ ഹാപ്പി ആക്കാനോ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ? നമ്മുടെ അകത്തുനിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹാപ്പിനെസ് എന്നുള്ളത്. ഈ ഹാപ്പിനെസ്സിനെ നമുക്ക് രണ്ടായിട്ടൊന്ന് വിഭജിച്ചാലോ? ഹാപ്പിനെസ് ഒന്ന് മെറ്റീരിയൽ ഹാപ്പിനെസ് ഉണ്ട്, അതുപോലെ നമുക്ക് ഒതന്റിക് ഹാപ്പിനെസ്. എന്തൊക്കെ? മെറ്റീരിയൽ ഹാപ്പിനെസ് ഉണ്ട്, ഒതന്റിക് ഹാപ്പിനെസ് ഉണ്ട്. എന്തായിരിക്കും മെറ്റീരിയൽ ഹാപ്പിനെസ്? ഞാനൊരു എക്സാമ്പിളിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടി നമ്മൾ കുറെ സാധനങ്ങൾക്ക് വാങ്ങണം. നമ്മൾ എന്ത് ചെയ്തു? അതിന് തീരുമാനിച്ച് നമ്മൾ രാവിലെ തന്നെ പണിയൊക്കെ ഒരുക്കി റെഡി ആയിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്ത് കുറേ സമയം, നല്ല വെയിലാണല്ലോ, വെയിലത്തൊക്കെ കുറേ നേരം നിന്ന് നമ്മൾ ടയേർഡായി നിൽക്കുമ്പോഴാണ് ഒന്നാമത്തെ ബസ് പോണത്. അതിൻ്റെ അകത്താണെങ്കിൽ ഫുൾ ആൾക്കാർ. ഫുൾ ആൾക്കാർക്ക് നിങ്ങൾക്ക് ആ ബസ്സിൻ്റെ അകത്ത് കയറാനേ പറ്റിയിട്ടില്ല. നമ്മൾ വീണ്ടും ആ വെയിലത്ത് ഇങ്ങനെ നല്ല ചൂടെടുത്ത് ആകെ ടയേർഡായി നിൽക്കുകയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അടുത്തൊരു ബസ് വന്നു. അടുത്തൊരു ബസ് നിങ്ങൾ വേഗം ചാടി കയറി നോക്കുമ്പോൾ ഒറ്റ സീറ്റേ ഉള്ളൂ. ബാക്കിയൊക്കെ ആൾക്കാർ ഇരുന്നിട്ടുണ്ട്, ഒറ്റ സീറ്റേ ഉള്ളൂ. നിങ്ങൾ കയറി എന്ത് ചെയ്തു? ആ സീറ്റിൽ പോയിരുന്നു. അപ്പൊ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടണേ? അപ്പൊ ഒരു സന്തോഷം കിട്ടുമോ? അൽഹംദുലില്ലാ നമ്മൾ ഇങ്ങനെ പറയൂലേ, ഒരു ദീർഘശ്വാസം എടുത്തിട്ട്. യെസ്. അപ്പൊ ആ മൊമെന്റിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമാണ് അല്ലേ? അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സന്തോഷമായിട്ട് കണക്കാക്കാം. അതേ ഒരു സിറ്റുവേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വേറൊരു എക്സാമ്പിളിലേക്ക് പോകാം. അതേ ഒരു സിറ്റുവേഷൻ ആണ്. നിങ്ങൾ അതുപോലെ കുറെ നേരം വെയിലത്തിരുന്ന് ബസ്സിന് വെയിറ്റ് ചെയ്തിരുന്ന് ഒന്നാമത്തെ ബസ് പോയി, രണ്ടാമത്തെ ബസ് പോകുമ്പോഴാണ് നിങ്ങൾ അതിനകത്ത് കയറുന്നത്. ചാടി കയറിയപ്പോ ഒറ്റ സീറ്റ് കിട്ടി. ഓക്കെ, സീറ്റ് കിട്ടി. ആ ബസ് ഒന്നുകൂടെ മൂവ് ചെയ്ത് മുന്നോട്ട് പോയി ഒന്നാമത്തെ സ്റ്റോപ്പ് കഴിഞ്ഞ് അടുത്തൊരു സ്റ്റോപ്പ് എത്തിയപ്പോ ബസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഒരാള് അകത്തേക്ക് കയറി, ഒരു വയസ്സായ ഒരു പ്രായമുള്ള ഒരാളാണ് കയറിയത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് എഴുന്നേറ്റ് കൊടുക്കണം, ഒരു മര്യാദയാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ സീറ്റ് ഒന്ന് എഴുന്നേറ്റിട്ട് ആ പ്രായമായ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അകത്ത് എന്തായിരിക്കും ഉണ്ടാവാം? അയ്യോ, എന്റെ സീറ്റ് പോയല്ലോ എന്നുള്ളൊരു തോട്ടാണോ ഉണ്ടാവുക? അൽഹംദുലില്ലാ, എനിക്ക് അവർക്ക് സീറ്റ് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള തോട്ടാണോ ഉണ്ടാവുക? ഒരു സന്തോഷം കിട്ടും അല്ലേ? യെസ്.
അപ്പോഴും നമുക്ക് എന്താണ് സന്തോഷമാണ് കിട്ടുന്നത്. അൽഹംദുലില്ലാ. അപ്പോഴും നമുക്ക് അൽഹംദുലില്ലാ പറയാം. എന്നെ കൊണ്ട് ഇവർക്ക് കിട്ടിയല്ലോ എന്ന രീതിയിൽ അപ്പോഴും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഫസ്റ്റത്തെ കേസിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, ഈ സെക്കൻഡ് കേസിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഫസ്റ്റത്തെ കേസിലുള്ള ഹാപ്പിനെസ്, നമ്മൾ ആ ബസ് മൂവ് ചെയ്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി, നമ്മൾ അവിടെ ഇറങ്ങിയപ്പോ നമ്മൾ ആ ഒരു സീറ്റിന്റെ ആവശ്യം കഴിഞ്ഞല്ലോ അല്ലെ? പിന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ സീറ്റ്, ആവശ്യമില്ലല്ലോ, ഇല്ല അല്ലെ? അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവരേ ഉള്ളൂ നമ്മുടെ ആ ഒരു സന്തോഷത്തിന്റെ ഒരു ഡ്യൂറേഷൻ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു സന്തോഷത്തിന്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ ആ ഒരു ഓൾഡ് പേഴ്സണിനെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്തു, അവർക്ക് നമ്മൾ ആ ഒരു സീറ്റ് ഷെയർ ചെയ്തപ്പം ആ ഒരു സന്തോഷം നമുക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങുക അതുവരെ മാത്രമല്ലല്ലോ, കുറച്ചുകൂടി നമുക്ക് ലൈഫ് ലോങ്ങിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു ഹാപ്പിനെസ് അല്ലേ? ആണോ? നമുക്ക് എൻ്റെ ലൈഫിലേക്ക് ഒന്ന് എന്നെ കൊണ്ട് അവർക്ക് സന്തോഷം കിട്ടിയല്ലോ, എനിക്ക് അതിന് റബ്ബ് ഒരു പ്രതിഫലം അവിടെ കരുതിയിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ നമുക്ക് അവിടെ സന്തോഷം കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്താലും സന്തോഷം കിട്ടും, ഒരാളെ ഹെൽപ്പ് ചെയ്താലും സന്തോഷം കിട്ടും. അപ്പൊ ഫസ്റ്റത്തെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ഹാപ്പിനെസ് ആണ്, നമുക്കൊരു സാധനം കിട്ടിയപ്പോ കിട്ടിയിട്ടുള്ള ഒരു സന്തോഷമാണ്. രണ്ടാമത് നമ്മൾ അകത്തുനിന്ന് വന്നൊരു സന്തോഷമാണ്, നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഇല്ലേ? പക്ഷെ നമ്മൾ അവിടെ ഹെൽപ്പ് ചെയ്ത സമയത്ത് നമ്മുടെ അകത്തുനിന്ന് വന്നൊരു സന്തോഷമാണ് ഒതന്റിക് ഹാപ്പിനെസ്. ക്ലിയർ ആയോ രണ്ടിന്റെ വേരിയേഷൻ? യെസ്. പൊതുവേ ആൾക്കാർ ഈ ഒതന്റിക് ഹാപ്പിനെസിന്റെ പിറകെ അല്ല പോവല, അത് നമുക്ക് എന്റെ ലൈഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെങ്കിലും പൊതുവേ ആൾക്കാർ ഈ ഒരു മെറ്റീരിയൽ ഹാപ്പിനെസിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് നല്ലൊരു വീട് വേണം, നമുക്ക് കാറ് വേണം, പുതിയ മൊബൈൽ സീരീസ് ഇറങ്ങുന്ന സമയത്ത്, ഐഫോൺ ഇറങ്ങുന്ന സമയത്ത് പുതിയ സീരീസ് വാങ്ങണം. അത്തരത്തിലുള്ള ഒരുപാട് മെറ്റീരിയൽ സാധനങ്ങൾ നമ്മൾ അകത്തുണ്ട്, നമ്മൾ അത് വാങ്ങുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. അപ്പൊ നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ച ഒരു വീടെടുത്ത് നമ്മൾ ഒരു വർഷം വരെ നമ്മൾ അതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും അല്ലെ? പൊടിയൊക്കെ തട്ടി ആൾക്കാരൊക്കെ വരുമ്പോൾ സോഫയിൽ നിന്ന് കയറില്ല എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകും അല്ലേ? ആ ഒരു വർഷമൊക്കെ ഒന്ന് കഴിഞ്ഞ് ആ ഒരു പുതുമ ഒന്ന് മങ്ങുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പഴയ ഒരു സന്തോഷം കിട്ടും അതിനോട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ വേറെ ഒന്ന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു കുറെ ആശിച്ച് ആഗ്രഹിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഐഫോൺ 17 വാങ്ങി. ഓക്കെ. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ആ സീരീസ് ഇറങ്ങിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഐഫോൺ 17 വാങ്ങി. അപ്പൊ നമുക്ക് ആ വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും അല്ലേ? നമ്മളത് ഒരു മാസം വരെയൊക്കെ നമ്മൾ ആർക്കും തൊടാൻ കൊടുക്കാതെ പൊടിയെന്നും പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് നടക്കും. ഓക്കെ. എനിക്കും ആദ്യമായിട്ട് ഐഫോൺ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു, ആർക്കും തൊടാൻ കൊടുക്കൂല, ഞാൻ ഭയങ്കര കെയർ ചെയ്ത് കൊണ്ടുപോയിരുന്നു. പക്ഷെ നമ്മൾ യൂസ് ചെയ്ത് കുറെ നാൾ കഴിഞ്ഞ് പിന്നെ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ, അതിനോടുള്ള ആ ഒരു കമ്മം കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ? അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഹസ്ബൻഡിനോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ ഇത്തരത്തിൽ ഐഫോൺ എന്ന കേസ് എടുക്കാം, നമ്മൾ എന്ത് ചെയ്തു? ഫോണ് ഹസ്ബൻഡിന് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വാങ്ങിക്കൊടുത്തെന്ന് വിചാരിക്കും. എപ്പോഴൊക്കെ അവരുടെ കയ്യിൽ ആ ഒരു ഫോൺ കാണുമ്പോഴും അപ്പോഴേക്കും നമ്മുടെ അകത്തൊരു സന്തോഷം ഉണ്ടാവില്ല, ഞാൻ വാങ്ങിക്കൊടുത്താണല്ലോ. അവർ അതിൽ ഫോട്ടോ എടുക്കുമ്പോൾ അവർ അതിൽ വെച്ച് കോൾ ചെയ്യുന്ന സമയത്ത് ആ ഫോൺ അവരുടെ കയ്യിൽ കാണും, നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യൂലേ? അത് ഇനിയിപ്പോ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം, എപ്പോഴൊക്കെ അവർ എത്ര കാലം കഴിഞ്ഞാലും അവരുടെ കയ്യിൽ ഉണ്ടാവും, നമുക്കൊരു വല്ലാത്ത സന്തോഷം ഫീൽ ചെയ്യൂലേ? ഫീൽ ചെയ്യോ? യെസ്, ഒബ്വിയസ്ലി അല്ലേ? യെസ്. അപ്പം അതിനെയാണ് നമ്മൾ ഒതന്റിക് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതൊരിക്കലും നമുക്ക് മെറ്റീരിയൽ ആയിട്ട് കിട്ടണതല്ല, നമ്മുടെ അകത്തുനിന്ന് വരുന്ന ഒരു സന്തോഷമാണ്. അപ്പോ നമ്മള് പൊതുവേ നമുക്ക് സന്തോഷിക്കാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണം ഇല്ലേ? വെറുതെ ഇരുന്ന് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരുമോ? ഇല്ല. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. പക്ഷെ ദുഃഖിക്കാനാണെങ്കിലോ, സങ്കടപ്പെടാൻ വേണ്ടിട്ട് വല്ല കാരണവും വേണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്താ നിങ്ങളുടെ അഭിപ്രായം? സങ്കടപ്പെടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണോ? നിങ്ങളിപ്പോ ഇപ്പൊ ഇന്നത്തെ ദിവസം ഒന്ന് ഓടിച്ചു നോക്കിക്കേ, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇന്നത്തെ ദിവസം കുറച്ചെങ്കിലും സങ്കടപ്പെട്ടത്? അല്ല അല്ലെ? വെറുതെ ഇരിക്കും നോക്കി ഞാൻ സങ്കടം വരും. ഒരു കുഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ അവിടെയും പറയാം. നമ്മള് പതിവ് പോലെ മോർണിംഗിൽ രാവിലെ സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി നമ്മൾ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ്, അതെ, എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് ആയിട്ട് വളരെ പോസിറ്റീവ് എനർജിയോട് കൂടി നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കിച്ചണിലേക്ക് ഇറങ്ങാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാരും ഹസ്ബൻഡിന്റെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ, അപ്പൊ അത് വെച്ച് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അങ്ങനെ നിങ്ങൾ കിച്ചണിലേക്ക് വരുന്ന സമയത്ത് അവിടെ നിങ്ങൾ വരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഉമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ നാത്തൂന്, നിങ്ങളുടെ മുത്തച്ചി ഇളച്ചിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആരെങ്കിലും രണ്ടുപേരും അവിടെ കിച്ചണിലുണ്ട്, അവർ എന്തോ സംതിങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ കിച്ചണിലേക്ക് എൻ്റർ ആയപ്പോ അവരുടെ ടോക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നിങ്ങളുടെ സന്തോഷം നഷ്ടപ്പെടാൻ വേറൊന്നും വേണം അവിടെ? അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരുപാട് തോട്ടുകൾ വരും അല്ലെ? അത് എന്നെ കുറിച്ചാ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞാൻ വരുമ്പോ സ്റ്റോപ്പ് ചെയ്തത്. അല്ലെങ്കിലും എന്നെക്കാട്ടും സ്നേഹം ഉമ്മക്ക് ഓളോട് തന്നെയാണ്. അങ്ങനെ കുറെ തോട്ടുകൾ വരുമോ? യെസ്, ഓഫ് കോഴ്സ് വരും അല്ലേ?
യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അങ്ങനെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങും നമ്മൾ. കഴിഞ്ഞതിനെ കുറിച്ചും അതിന്റെ അപ്പുറത്ത് ഒരുപാട് ഇൻസിഡന്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കും. ഒരുപാട് കാലം മുന്നേ കഴിഞ്ഞിട്ടുള്ള എല്ലാം സോൾവ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതും ഇതുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും, ഓവർ തിങ്ക് ചെയ്യും അല്ലേ. അതുപോലെ എന്നെക്കാട്ടി ഇഷ്ടം അല്ലെങ്കിൽ ഉമ്മക്ക് ഓളോട് തന്നെയാണ്, അങ്ങനെ കുറെ കമ്പാരിസൺ അവിടെ വരും. വരുമോ? നിങ്ങളാണേ പറയേണ്ടത്. വരുമോ? യെസ്. അതുപോലെ വരുന്നത് പാസ്റ്റ് റിഗ്രറ്റ്. എന്തെങ്കിലും ഒരു കഴിഞ്ഞ ഇൻസിഡന്റുമായിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു റിഗ്രറ്റ് അകത്ത് വരാൻ ചാൻസ് ഇല്ലേ. പിന്നെ ഈ ഫ്യൂച്ചറിനെ കുറിച്ചൊരു ഫിയർ കാര്യങ്ങളൊക്കെ, ഇനിയും എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് കാര്യങ്ങളൊക്കെ ആ മൊമെന്റിൽ തന്നെ നമ്മുടെ അകത്തേക്ക് വരും അല്ലെ. ഇങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളെ അൺഹാപ്പി ആക്കണത്, നമ്മുടെ സന്തോഷം കെടുത്തണത്. ആണോ? നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? നമ്മൾ വളരെ പോസിറ്റീവ് എനർജിയോട് വളരെ ഹാപ്പി ആയിട്ടാണ് മോർണിംഗിൽ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കിച്ചണിലേക്ക് വന്നത്. ഇത്തരം ഈ ചെറിയൊരു ഇൻസിഡന്റ്, മേ ബി അവർ ഉച്ചക്കേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുണ്ടോ അതിനെക്കുറിച്ച് ഒന്ന് സംസാരിച്ച് ഒരു തീരുമാനമായപ്പോൾ അത് അവിടെ ആ ടോക്ക് സ്റ്റോപ്പ് ചെയ്തായിരിക്കാം. പക്ഷെ നമ്മൾ വേറെന്തൊക്കെയോ ചിന്തിച്ചത് വേറൊരു ലെവലിലേക്ക് കാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ. യെസ്. അപ്പം നമ്മുടെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓവർ തിങ്കിങ്, കമ്പാരിസൺ, പാസ്റ്റ് റിഗ്രറ്റ്സ് ആൻഡ് ഫ്യൂച്ചർ ഫിയർ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സന്തോഷങ്ങൾ കെടുത്തുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത്, നിങ്ങളെ സന്തോഷം കെടുത്തുന്ന ഏറ്റവും കൂടുതൽ നിങ്ങളെ സന്തോഷം കെടുത്തിയിട്ടുള്ള ഒരു മൊമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ജസ്റ്റ് ഒരു മൊമെന്റിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം എന്താ? ചാറ്റ് ബോക്സിൽ വെയിറ്റ് ചെയ്യാണ് ഞാന്. അല്ലെങ്കിൽ ആർക്കും സങ്കടം ഉണ്ടാവലില്ല? എല്ലാവരും നല്ല പോസിറ്റീവ് എനർജി കീപ്പ് ചെയ്ത് പോകുന്നവരാണ്. എനിവേ, അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ട് സങ്കടം. ഓക്കെ. ഓക്കെ. യെസ്. ഓക്കെ. യെസ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ലൈഫിനനുസരിച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. ഓക്കെ. ഓക്കെ. ഇൻഷാല്ലാ. ഓക്കെ. അപ്പോ എന്താണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, സങ്കടപ്പെടാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട, പക്ഷെ സന്തോഷിക്കാനായിട്ട് കാരണം വേണം. ഇനി നമുക്ക് സന്തോഷിക്കാനും പ്രത്യേകിച്ച് കാരണങ്ങളും ഇല്ലാതെ സന്തോഷിച്ചാലോ? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. എക്സൈറ്റഡ് ആണോ നിങ്ങൾ കേൾക്കാനായിട്ട്? ഓക്കെ. പല പല റീസൺസ് ഉണ്ട് അല്ലേ. യെസ്. അപ്പൊ പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലാതെ നമുക്ക് സന്തോഷിച്ചാലോ? നിങ്ങൾ റെഡിയാണോ സന്തോഷിക്കാൻ? പെട്ടെന്ന് പറഞ്ഞു തന്നല്ലേ. യെസ്. നമുക്ക് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ലാതെ സന്തോഷിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോൺസ് റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹാപ്പി ഹോർമോൺസ്? എത്ര പേർക്ക് അറിയാം ഹാപ്പി ഹോർമോൺസ്? കുറെ പേർക്ക് ഫെമിലിയർ ആയിരിക്കും അല്ലേ. യെസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അകത്ത് ആ ഹോർമോൺസ് റിലീസ് ചെയ്യും, നമ്മൾ ഹാപ്പി ആവുകയും ചെയ്യും. ഓക്കെ അല്ലേ. സോ നമുക്ക് ഏതൊക്കെയാണ് ആ ഹോർമോൺസ്, എന്തൊക്കെ ചെയ്താലാണ് അത് റിലീസ് ചെയ്യാന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ആ അത്തരത്തിലുള്ള ഫീൽ ഗുഡ് ഹോർമോൺസ്, ഒന്ന് ഡോപ്പമിൻ, എല്ലാവർക്കും പരിചയമല്ലേ. ഡോപ്പമിൻ, എൻഡോഫിൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഇത്തരത്തിലുള്ള 4 ഹാപ്പി ഹോർമോൺസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ. ഈ ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നതോട് കൂടി നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഹാപ്പിനെസ് നമ്മുടെ അകത്ത് നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. പിന്നെ നമുക്ക് ആരും വെയിറ്റ് ചെയ്യണ്ടല്ലോ, ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യണ്ട, മക്കളെ വെയിറ്റ് ചെയ്യണ്ട ഹാപ്പി ആക്കാൻ വേണ്ടിട്ട് അല്ലേ. ഹസ്ബൻഡ് എന്തെങ്കിലുമൊക്കെ പറയണം, അല്ലെങ്കിൽ ചുറ്റുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ നല്ല കോംപ്ലിമെന്റ് തന്നാലേ ഹാപ്പി ആവാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് തന്നെ ഹാപ്പി ആവാൻ വേണ്ടി പറ്റുന്ന മനസ്സിലായില്ലേ. സോ നമുക്ക് ചെക്ക് ചെയ്താലോ? റെഡി? അപ്പൊ ഫസ്റ്റത്തെ നമ്മുടെ ഹോർമോൺ ആണ് ഡോപ്പമിൻ. ഡോപ്പമിൻ ആക്ച്വലി ഒരു റിവാർഡ് ഹോർമോൺ ആണ്. അപ്പൊ എന്തൊക്കെ ചെയ്താലാണ് ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, കുഞ്ഞു കുഞ്ഞു ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അകത്ത് ഈ ഒരു ഹാപ്പി ഹോർമോൺ റിലീസ് ആവും. അതായത് നമ്മൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്, ഒരു പാർട്ടി നടക്കുകയാണെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും, ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കും. ഞാൻ ഫുഡിന്റെ ഏരിയ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഇവന്റ് ഏറ്റെടുക്കാം. അങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഇവന്റിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തു, അത് ഭംഗിയായിട്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് അത് ഫുൾഫിൽ ചെയ്ത് അത് ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി പറ്റി.
അപ്പൊ എന്തുണ്ടാവും? നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവോ? നിങ്ങളൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിങ്ങൾ അത് നല്ല ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്താല് നിങ്ങളിൽ എന്ത് ചെയ്യും? ഈ ഒരു ഹാപ്പി ഹോർമോൺ ഡോപ്പമിൻ റിലീസ് ആവുകയും നിങ്ങൾക്ക് ഹാപ്പി ആവാനും പറ്റും. അതിലും കുഞ്ഞൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം മെജോറിറ്റി ആൾക്കാരും ഹോം മേക്കേഴ്സ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ കിച്ചണിൽ ഇങ്ങനെ ഓടി നടന്ന് പണിയെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ദിവസം നിങ്ങൾ ഡിസൈഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പോയാൽ പറ്റൂലല്ലോ, എനിക്ക് എന്ത് ചെയ്യണം, ഒന്നും കൂടെ എന്ത് ചെയ്യണം, ഒന്ന് അടക്കും ചിട്ടയൊക്കെ വരുത്തി നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പൊ മോർണിംഗിൽ സുബഹി കഴിഞ്ഞ് എഴുന്നേറ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഒരു ലോകമൊക്കെ ആകുമ്പോഴേക്കും എന്റെ പണിയൊക്കെ തീർത്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് വളരെ ഫ്രീ ആയിട്ട് ഇരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്തു, അത് നിങ്ങൾ ഒരു ചാലഞ്ചായി ഏറ്റെടുത്തിട്ട് നിങ്ങൾ അന്നത്തെ ദിവസം മോർണിംഗിൽ എഴുന്നേറ്റു എല്ലാ കാര്യങ്ങളും ഭംഗിയായി നീറ്റായി സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ആ ലോഹർ ആകുമ്പോഴേക്കും നിങ്ങളുടെ പണിയൊക്കെ തീർത്ത് നിങ്ങൾ വളരെ ഫ്രീ ആയി. അപ്പൊ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടുമോ? അങ്ങനെ നിങ്ങൾ ആ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ നിങ്ങൾ ആ ഒരു ചാലഞ്ച് നിങ്ങൾ ഏറ്റെടുത്ത് അത് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങളിൽ ഈ ഡോപ്പമിൻ റിലീസ് ആവുന്നുണ്ട്. പിന്നെ നമ്മളിൽ കുഞ്ഞു കുഞ്ഞു കോംപ്ലിമെന്റ്സ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ നമ്മളിൽ ഈ ഒരു ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള നല്ല എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഗുഡ് മീൽ നല്ല ഇഷ്ടമുള്ള ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഹാപ്പി ഹോർമോൺ റിലീസ് ആവുന്നുണ്ട്. പിന്നെ സെൽഫ് കെയർ, നമ്മൾ എന്നും കുളിക്കുന്നവരാണ് അല്ലേ? കുളിക്കാത്തവരുണ്ടോ? എന്നും കുളിക്കുന്നവരാണോ കുളിക്കാത്തവരാണോ ഇവിടെ ഉള്ള? എല്ലാരും ചോറൊക്കെ വെച്ച് ഉറങ്ങിപ്പോയോ? ആരും കാണുന്നില്ല. യെസ്, എന്നും കുളിക്കാറുണ്ട് അല്ലേ? യെസ്. അപ്പൊ നമ്മൾ എന്നും അത് ചെയ്തു വരുന്നതിന് ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിനൊന്ന് മാറ്റി പിടിക്കും. ഒന്നും കൂടെ നമ്മൾ ഒന്ന് ഫേസ് പാക്ക് ഒക്കെ ഇട്ട് ഒന്ന് മൊഞ്ചാവാണ്, ഒന്ന് ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് ഒന്ന് ഹെയർ പാക്ക് ഒക്കെ ഇട്ട് ഒന്ന് ഭംഗിയായിട്ട് നമ്മൾ ഒന്നും കൂടെ ഒരു സെൽഫ് കെയർ ഒക്കെ എടുത്ത് ചെയ്യുന്ന സമയത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ നോർമൽ റുട്ടീന്റെ അപ്പുറത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അത്തരത്തിലുള്ള ഒരു സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്തും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡോപ്പമിൻ റിലീസ് ആവുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അകത്ത് ഓട്ടോമാറ്റിക്കലി ഡോപ്പമിൻ റിലീസ് ആവുകയും നമ്മൾക്കത് ഹാപ്പിനെസ് ഉണ്ടാക്കാനും ഇടവരുത്തുന്നുണ്ട്. അടുത്തൊരു ഹോർമോൺ ആണ് എൻഡോഫിൻ. എൻഡോഫിൻ ആക്ച്വലി നാച്ചുറൽ പെയിൻ കില്ലർ എന്ന് പറയും. നാച്ചുറൽ പെയിൻ കില്ലർ. നമ്മൾ ഈ സ്മൈൽ തെറാപ്പി ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ ചില വീഡിയോസിലൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ല, ഒരുപാട് പേര് ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക, അങ്ങനെ സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ വെറുതെ ഒന്ന് വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒന്ന് ഇങ്ങനെ ചിരിച്ചു നോക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് സന്തോഷിക്കാനുള്ള ഒരു സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഐബ്രോ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലിപ്പ് ഒന്ന് ഇങ്ങനെ ചെയ്ത് ഒന്ന് ഇങ്ങനെ ആക്കി നോക്കിക്കേ, സ്മൈൽ ചെയ്ത് നോക്കിക്കേ. ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങനെ കുറച്ച് സമയം ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഹാപ്പി ഹോർമോൺ എൻഡോർഫിൻ റിലീസ് ആവുകയും നമുക്ക് ഹാപ്പി ആവാനും പറ്റും. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു മൊമെന്റ് ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആ സങ്കടം മാറിയിട്ട് നമുക്ക് സന്തോഷം കൊണ്ടുവരാനായിട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞു എക്സസൈസ് ഒക്കെ ചെയ്യാം. ഇപ്പൊ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന തടിയുള്ളവർ വണ്ണുള്ളവർ മാത്രമാണ് എക്സസൈസ് ചെയ്യേണ്ടത്, ഞാൻ മെലിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ഇതിന് എക്സസൈസ് ചെയ്യുന്നത് എന്നുള്ള തോട്ടുകൾ ഉള്ളവരൊക്കെ ഉണ്ടാവും അല്ലെ? പക്ഷെ എല്ലാവരുടെയും ബോഡി നല്ല ഫിറ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് എക്സസൈസ് ഹെൽപ്ഫുൾ ആണ്. സോ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ഒക്കെ ചെയ്യാം. അതുപോലെ നമുക്ക് നല്ല നല്ല കോമഡി വീഡിയോസ്, നമുക്ക് ഹെൽപ്ഫുൾ ആവും, നല്ല ഗുഡ് മെസ്സേജ് ഒക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ കോമഡി വീഡിയോസ് ഒക്കെ കാണാം. ഒരുപാട് ആൾക്കാർ ഒരുമിച്ചിരുന്ന് സന്തോഷങ്ങളൊക്കെ സംസാരിച്ച് അതിൽ കൂടെ ഒരു സന്തോഷമൊക്കെ വരുമല്ലോ, അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കാമായിട്ട് ഒരു 3 മിനിറ്റ്സ് ബ്രത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വളരെ കാമായിട്ട് ഇങ്ങനെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. ജസ്റ്റ് 3 മിനിറ്റ്സ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ സ്ട്രെസ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഈ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ടും നമ്മുടെ ഈ എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യും, നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനും പറ്റും. അപ്പൊ ഇത് രണ്ടും ഡോപ്പമിൻ പറഞ്ഞു, എൻഡോർഫിൻ പറഞ്ഞു. അടുത്തൊരു ഹോർമോൺ ആണ് സെറട്ടോണിൻ. ഓക്കെ, സെറട്ടോണിൻ ആക്ച്വലി മൂഡ് സ്റ്റെബിലൈസർ എന്നാണ് അറിയപ്പെട്ടത്. എന്താണ്? മൂഡ് സ്റ്റെബിലൈസർ. അത് നമുക്ക് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ചില അസുഖങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറയാറുണ്ട് മോർണിംഗിലും അതുപോലെ ഈവനിങ്ങിലെ സൺലൈറ്റ് ഒക്കെ കൊള്ളാന്നൊക്കെയുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പൊ ഈ സൺലൈറ്റ് കൊള്ളുന്ന സമയത്തും
നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു സെറട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഹാപ്പിനെസ് അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ നേച്ചറുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. നമുക്ക് ഒരുപാട് ചെടികളൊക്കെ ആണെങ്കിൽ ചെടികളൊക്കെ ഒന്ന് നോക്കാം, പൂക്കളൊക്കെ ഒന്ന് നോക്കാം, ഏതൊക്കെ മാവ് പൂത്ത് എന്നൊക്കെ ഒന്ന് നോക്കി നമ്മളെ ചെടികളും ആ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെറട്ടോണിൻ നമ്മളിൽ നിന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്തും സെറട്ടോണിൻ റിലീസ് ആവും. പിന്നെ വരുന്നത് ഓക്സിറ്റോസിൻ. ഓക്കെ, ഓക്സിറ്റോസിൻ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലെ, ലവ് ഹോർമോൺ. അറിയില്ല എല്ലാവർക്കും, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. ആണോ? ഓക്സിറ്റോസിൻ അറിയുന്നവരല്ലേ എല്ലാവരും? ഓക്കെ, സോ അടുത്തൊരു ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ ലവ് ഹോർമോൺ ആണ്. ഈ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? വളരെ സിമ്പിൾ ആണ്, നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത്, അതുപോലെ നമ്മുടെ മക്കളുടെ കൂടെ അവരിൽ ഒരാളായിട്ട് നമ്മൾ അവരുടെ കൂടെ കളിക്കുന്ന സമയത്ത്, നമ്മുടെ വീട്ടിലെ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ പെറ്റ്സിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അത് കാറ്റ് ആവാം, ബേർഡ്സ് ആവാം, ഫിഷസ് ആവാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെറ്റ്സ് ഒക്കെ അവരുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അതുപോലെ ഈ മക്കൾക്കായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ എന്ത് ചെയ്യാം, ഏത് തരത്തിൽ ലവ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അത് ഹഗ് ചെയ്യാം, കിസ് ചെയ്യാം, ഷേക്ക് ഹാൻഡ് കൊടുക്കാം. ആ രീതിയിലൊക്കെ നമ്മുടെ ലവ് എക്സ്പ്രസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കൂലെ, സർപ്രൈസ് ഒക്കെ കൊടുക്കും. നമുക്കിപ്പോൾ ബർത്ത്ഡേ വരുന്ന സമയത്ത്, ആനിവേഴ്സറീസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇത്തരത്തില് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കും. മറ്റൊരാൾക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊരു സന്തോഷം ഉണ്ടാവും, കിട്ടുന്ന ആൾക്ക് അല്ലേ. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവാലില്ലേ? ഉണ്ടാവലുണ്ടോ? നിങ്ങൾ ആർക്കെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുത്താൽ അവരുടെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവാറുണ്ടോ? യെസ്, അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഹോർമോൺസ്, ഡോപ്പമിൻ, എൻഡോർഫിൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഈ ഹോർമോൺസ് ഒക്കെ നമ്മൾ റിലീസ് ആവുകയും നമ്മൾ ഓട്ടോമാറ്റിക്കലി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ ഹാപ്പിനെസ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താ, നമുക്ക് നോർമലി നമ്മളെ അൺഹാപ്പി ആക്കുന്നത്, നമ്മുടെ സന്തോഷം കെടുത്തുന്ന ഒരു കാര്യം കമ്പാരിസൺ ആണ് അല്ലെ. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ തന്നെ വെറുതെ ഇരിക്കുമ്പോൾ മറ്റാൾക്കാരുമായിട്ട് നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യുമ്പോഴല്ലേ നമുക്ക് നമ്മുടെ ആ ഹാപ്പിനെസ് ഒന്നും കുറയണത്. കുറെ റീൽസ്, ഷോർട്സ്, സ്റ്റേറ്റസ് ഒക്കെ കാണുമ്പോൾ അയ്യോ എനിക്ക് അങ്ങനെയൊന്നും പറ്റണില്ല, എനിക്ക് അത്രയും വലിയ വീടില്ലല്ലോ, എനിക്ക് ഇതുപോലെ ട്രിപ്പ് ഒന്നും പോകാൻ പറ്റണില്ലല്ലോ, അത്തരത്തിലുള്ള മറ്റാൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴല്ലേ നമുക്ക് മെജോറിറ്റിയും നമുക്ക് സങ്കടം വരുന്നത്. നിങ്ങൾ ആരും ഷോർട്സ് റീൽസ് ഒന്നും കാണാത്തവരാ? ഓക്കെ, യെസ് ആണല്ലേ. എനിവേ, അപ്പൊ നമുക്കൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കിക്കേ, നമ്മള് ഒരുപാട് ആൾക്കാരുടെ സ്വപ്ന ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ? ഒത്തിരി ആൾക്കാരുടെ സ്വപ്ന ജീവിതമാണ് ആക്ച്വലി നമ്മൾ ജീവിക്കുന്നത്. യെസ്, കറക്റ്റ് ആണ് അല്ലേ. എത്രയോ പേര് എത്രയോ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. നമ്മൾ അൽഹംദുലില്ലാ എല്ലാ സൗഭാഗ്യത്തോടു കൂടിയും നമ്മൾ ജീവിക്കുന്നുണ്ടല്ലേ. ഒരു കുഞ്ഞൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇന്ത്യയിൽ മാത്രം എത്ര ബ്ലൈൻഡ് പീപ്പിൾ ഉണ്ട് അറിയോ? 8 മില്യൺ, 80 ലക്ഷം ബ്ലൈൻഡ് പീപ്പിൾ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഉണ്ട്. ക്ലിയർ? അൽഹംദുലില്ലാ, നമുക്ക് ഓരോ ദിവസം കണ്ണിങ്ങനെ കാണുന്നുണ്ടല്ലേ. നമുക്ക് വിചാരിക്കാൻ പറ്റുമോ ഒരു ദിവസം കണ്ണ് കാണാത്ത ഒരു ദിവസം നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര മാത്രം ബ്ലെസ്ഡ് ആണ് എന്നുള്ളത്. അൽഹംദുലില്ലാ, എല്ലാരും പറഞ്ഞോ അൽഹംദുലില്ലാ. അപ്പൊ അത്രയും ബ്ലെസ്ഡ് ആയിട്ട് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മൾ ഇല്ലായ്മയിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം പോകണത്. അപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ട്, ജസ്റ്റ് ഒരു കണ്ണിന്റെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. അതുപോലെ നമുക്ക് ഇന്റേണലി എക്സ്റ്റേണലി എത്ര ഓർഗൻസ് ഉണ്ട്, നമ്മുടെ ചുറ്റും എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ ആൾക്കാരുടെ സ്വപ്ന ജീവിതമാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും മറ്റാൾക്കാരെ നോക്കിയിട്ട് അയ്യോ എനിക്കത് പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാര്യം നമ്മൾ അത്രയും അബണ്ടൻസിലാണ് ഉള്ളത്. ക്ലിയർ? സോ ആ രീതിയിൽ നമ്മുടെ തോട്ടിനൊന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി ആവാൻ പറ്റൂലേ? സന്തോഷിക്കാൻ വേറെ കാരണം വല്ലതും വേണോ? യെസ്. അപ്പോ നമ്മുടെ ഫിൻലൻഡ്, ഓക്കെ, ഫിൻലൻഡ് ആണ് വേൾഡിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കൺട്രി. ഫിൻലൻഡ് കേട്ടിട്ടുണ്ട് നിങ്ങള്? യെസ്, ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കൺട്രി ഏതാ? ഫിൻലൻഡ് ആണ്. ഇനി ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണേ.
ഫിൻലൻഡ് ആണ് ഏറ്റവും വേൾഡിൽ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള കൺട്രി. അപ്പോൾ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഒരു സ്റ്റഡി നടത്തി എന്തുകൊണ്ടാണ് ഈ ഫിൻലൻഡ് ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി ആവണം എന്നുള്ളത്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്തു, ഒരു സ്റ്റഡി നടത്തി. അപ്പൊ കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് കേൾക്കണോ? എന്ത് കാരണം കൊണ്ടാണ് ഇവർ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത്, ഫിൻലൻഡിലെ ആൾക്കാർ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നത്? അവരുടെ സ്റ്റഡിയിലുള്ള റിസൾട്ട് വന്നിട്ടുള്ളത് ദേ നെവർ കമ്പയർ ദം വിത്ത് അതേഴ്സ്. അവർ ഒരിക്കലും അവരെ മറ്റൊരാൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യൂല. ക്ലിയർ? നമ്മുടെ ലൈഫിനെ നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പകുതി പ്രശ്നങ്ങൾ അവിടെ സോൾവ് ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഫിൻലൻഡിലെ ആൾക്കാർ ഒരിക്കലും അവരെ മറ്റാൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യൂല. പിന്നെ അടുത്തൊരു ആൻസർ ആണ് കിട്ടിയിട്ടുള്ളത്, ദേ ഹാവ് സിവിൽ സെൻസ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടോ നോക്കണേ. അവർക്ക് ഈ പൗരത്വ ബോധം, അല്ലെങ്കിൽ അവർക്കൊരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്താണ് അവിടെ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരടുത്ത് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരടുത്ത് സംസാരിക്കേണ്ടത്, ഓരോ സിറ്റുവേഷൻസിലും എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. ഇനി സൊസൈറ്റിയിലേക്ക് ഇറങ്ങി നമ്മൾ ഒരുപാട് റൂൾസ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം, കൃത്യമായിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും, അവരത് പാലിക്കുകയും ചെയ്യും. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നല്ല അവയർനെസ് ഉണ്ട്, പക്ഷെ നമ്മളതൊന്നും പാലിക്കൂല. അല്ലെ, ഒരു ക്യൂ നിൽക്കണം എന്നുള്ളൊരു ബോർഡ് കണ്ടാൽ നമ്മളവിടെ ക്യൂ നിൽക്കൂല, നമ്മൾ ആകെ അലങ്കോലാക്കി എന്ത് ചെയ്യും, ആ രീതിയിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും അല്ലെ. ഇനിയിപ്പോ ഇവിടെ നോ പാർക്കിംഗ് എന്നുള്ളൊരു ബോർഡാണെങ്കിലും അവിടെ തന്നെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും. അങ്ങനെ ഒരുപാട് സൈൻ ബോർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമ്മളത് പലപ്പോഴും നമ്മൾ അതിന് ഫോളോ ചെയ്യാറില്ല. പക്ഷെ ഫിൻലൻഡിലെ ആൾക്കാർ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് അത്തരത്തിലുള്ള സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ. ഇനി തേർഡ് വൺ ആണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അവര് ഒരു ഇയർലി എത്ര മന്ത്സ് ഉണ്ട്? ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണ് എനിക്ക് പറയാനുള്ള ഒരു ഫ്ലോ വരുന്നത്. എത്ര മന്ത്സ് ഉണ്ട് ടോട്ടലി? പഠിച്ചോൻ എല്ലാരും ഉറങ്ങിയാ? ഓക്കെ, 360 മന്ത്സ് ഒക്കെ ഉണ്ട്. യെസ്, 12 മന്ത്സ് ഉണ്ട് അല്ലെ, ഡേയ്സ് ആയിരിക്കും മേ ബി പറഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോ ദർ ആർ 12 മന്ത്സ് ഇൻ എൻ ഇയർ അല്ലേ? യെസ്. അപ്പോ ഈ 12 മന്ത്സിൽ ഫിൻലൻഡിലെ ആൾക്കാർ എന്ത് ചെയ്യൂല, ഈ 12 മാസവും അവർ വർക്ക് ചെയ്യൂല. അവർ 10 മാസം 10 മന്ത്സ് അവർ നന്നായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ. പിന്നെയുള്ള 2 മന്ത്സ് അവർ എന്ത് ചെയ്യണം, അവർക്ക് കംപ്ലീറ്റ് വെക്കേഷൻ ആണ്. അവർ ആ ഹെക്ടിക് ബിസി ലൈഫ് എന്നൊക്കെ മാറി വളരെ കാമായിട്ട് വളരെ കൂളായിട്ട് അവര് ഫാമിലിയുമായിട്ട് ഒരു വെക്കേഷന് പോകും. വളരെ നാച്ചുറൽ ആയിട്ടുള്ള സ്പേസിലൊക്കെ പോയിട്ട് അവർ ആ 2 മാസം നന്നായിട്ട് എൻജോയ് ചെയ്ത് അവര് നന്നായിട്ട് കാമാവും, കൂളാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്ന വഴിയാണ് അവിടെ ഫിൻലൻഡിലെ ഓരോ മനുഷ്യന്മാരും വളരെ ഹാപ്പി ആവുന്നത്. അങ്ങനെ ഹാപ്പി ആയിട്ടാണ് ആ കൺട്രി തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് കൺട്രി ആയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കും ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ക്ലിയർ ആണോ പറയുന്നത്? ഇസ് ഇറ്റ് ക്ലിയർ? യാ. അപ്പൊ നിങ്ങൾ റെഡി ആണോ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട്? ഇപ്പൊ നമ്മൾ കുറെ ഹോർമോൺ റിലീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂലേ? അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ എടുക്കൂലേ? ഇൻഷാല്ലാ. സോ ഇനിയും കുറച്ച് ടിപ്സ് കൂടെ പറഞ്ഞാലോ? അപ്പൊ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ എന്തൊക്കെയാ ഗുണങ്ങൾ എന്നൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു അല്ലെ. നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും, നമുക്ക് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും, ഫിസിക്കലി മെന്റലി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് കിട്ടും. അപ്പൊ ഹാപ്പി ആക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഇനി കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞുതരട്ടെ? പറഞ്ഞുതരട്ടെ? യെസ്. ഓക്കെ. നമ്മൾ എല്ലാവരും മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഒരുപാട് നമ്മൾ മക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ പാരന്റ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ ഹസ്ബൻഡിന് വേണ്ടി, നമ്മുടെ വീട്ടിലുള്ള മറ്റു ആൾക്കാർക്കൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒക്കെ ഇടയിൽ നമ്മളെ ശ്രദ്ധിക്കാറുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു മീ ടൈം കൊടുക്കാറുണ്ടോ നിങ്ങൾ? ഈ ഒരു ഹെക്ടിക് ലൈഫിന്റെ ഇടയിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവില്ല, ഒരുപാട് ഡ്യൂട്ടീസ്. അവിടെയൊക്കെ നിങ്ങൾ നല്ല ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഹസ്ബൻഡ് അടുത്ത് ഏറ്റവും ബെസ്റ്റ് വൈഫായിട്ട്, മക്കളുടെ അടുത്ത് ഏറ്റവും ബെസ്റ്റ് പാരന്റ് ആയിട്ട്, ആ രീതിയിലൊക്കെ നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഒക്കെ ഇടയിൽ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ടോ? അങ്ങനെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാഷാഅല്ലാഹ് ഗ്രേറ്റ്.
ഇനി ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതും കൂടെ ആ ഒരു ഹെക്ടിക് ലൈഫിന്റെ ഇടയിൽ കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു മീ ടൈം ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കണ്ടെത്താം. നമ്മൾ നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഉണ്ടാവില്ല, ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ചിലപ്പോൾ നന്നായിട്ട് എഴുതിയവരുണ്ടാവാം, നന്നായിട്ട് വരച്ചവരുണ്ടാവും, നന്നായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ സ്റ്റിച്ച് ചെയ്യുന്നവർ, അങ്ങനെ ബേക്ക് ചെയ്യുന്നവർ, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ചെയ്തവരുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു മീ ടൈമിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഈ ഒരു ഹെക്ടിക് ലൈഫിന്റെ ഇടയിലും നമ്മൾ അതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് സന്തോഷം കിട്ടുമോ ഇല്ലയോ? നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഫുൾഫിൽ ചെയ്യുന്നതിന് കൂടെ നമ്മൾക്ക് വേണ്ടിയിട്ടും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഒരു മീ ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. 24 മണിക്കൂറും കിച്ചണിൽ തന്നെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ, ഇപ്പൊ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കംപ്ലീറ്റ് വർക്കിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കാതെ നമ്മൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ ഹസ്ബൻഡിനും, നമ്മുടെ ഫാമിലി ടൈം അല്ലേ, ആ ഒരു ടൈം കുറച്ച് ടൈം എന്ത് ചെയ്യാം, ഫാമിലിന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം, ലെറ്റിംഗ് ഗോ. നമ്മൾ കൺട്രോൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചുറ്റും നടക്കുന്നുണ്ടാവും അല്ലേ, ഇല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ലാതെ നടക്കുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യാം. എനിക്ക് എന്തോ ചെയ്യാൻ വേണ്ടി പറ്റുന്നു അതിന് മാത്രം ഞാൻ ഫോക്കസ് ചെയ്യാം. എനിക്ക് ചെയ്യാൻ പറ്റാത്ത, എന്റെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ച് പ്രയാസപ്പെട്ട് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ അതിന്റെ വഴിയിൽ അങ്ങനെ നടക്കും എന്ന രീതിയിൽ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റണം. പിന്നെ നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റണം. പലപ്പോഴും നമുക്കൊക്കെ പറ്റാത്തത് അതാണ് അല്ലേ. നമ്മൾ കുറെ പാസ്റ്റിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് അങ്ങനെ കുറേ നമ്മുടെ ഈ ആയുസിന്റെ പകുതിയും അങ്ങനെ തീർന്നുണ്ടാവും അല്ലെ. പിന്നെ നമുക്ക് ഒരുപാട് ഫ്യൂച്ചറിനെ കുറിച്ച് കുറെ ഫിയർ ഉണ്ടാവും. എന്താവും, നെക്സ്റ്റ് എന്താവും, അടുത്ത് എന്താവും, എനിക്ക് വീട് വെക്കണ്ടേ, അത് അങ്ങനെ ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻസിന്റെ രീതിയിൽ അങ്ങനെ കുറെ ഫ്യൂച്ചറിൽ ജീവിക്കുന്നവരുണ്ടാവാം. അതൊക്കെ അവിടെ വെച്ചിട്ട് നമ്മളിപ്പോ പ്രസന്റിൽ ഇപ്പൊ നമ്മൾ എന്താണോ, ഇപ്പൊ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റും, ആ ഒരു പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹാപ്പി ആയിട്ട്. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ മൈൻഡ്ഫുൾ ആയിട്ട് ഫുഡ് കഴിക്കുക, നമ്മളൊന്ന് കുളിക്കുകയാണെങ്കിൽ നമ്മൾ കുളിക്കുമ്പോഴേക്കായിരിക്കില്ല പല രീതിയിലുള്ള ചിന്തകൾ നമുക്ക് വരുന്നത്. അതിനകത്ത് ആ ഓരോ വെള്ളം നമ്മുടെ ദേഹത്ത് വീഴുമ്പോഴും ഒന്ന് മൈൻഡ്ഫുൾ ആയിട്ട് കുളിക്കുക, മൈൻഡ്ഫുൾ ആയിട്ട് ഫുഡ് കഴിക്കുക. മക്കളുടെ കൂടെ കളിക്കുകയാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വർക്കിനെ കുറിച്ച് ആലോചിച്ചിട്ടോ സ്ട്രെസ് ആയിട്ട് ഇരിക്കാതെ മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവരിൽ ഒരാളായിട്ട് അവരുടെ കൂടെ ഏറ്റവും ഹാപ്പി ആയിട്ട് അവരുടെ കൂടെ കളിക്കുക. ആ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രസന്റ് മൊമെന്റിൽ വളരെ ഹാപ്പി ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്കുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു വിജയങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ മക്കളുടെ കേസൊക്കെ ഇപ്പൊ നമ്മൾ മക്കള് ഇപ്പൊ പോയി പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്തു, അല്ലെങ്കിൽ സ്പോർട്സിൽ അവർ നന്നായിട്ട് പെർഫോം ചെയ്തു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു സന്തോഷം നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ ഒരു കോഴ്സ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് സന്തോഷമുണ്ട്. അപ്പൊ അതിന് അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ ഒരു പായസം വെച്ചിട്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സെലിബ്രേറ്റ് ചെയ്യാം അല്ലെ. ആ രീതിയിലാണ് കുഞ്ഞു കുഞ്ഞു അച്ചീവ്മെന്റ്സ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ചുറ്റും നമ്മുടെ സെൽഫിലേക്ക് മാത്രം നോക്കാതെ, സെൽഫിഷ് ആവാതെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ചുറ്റുള്ള ആൾക്കാർക്കൊക്കെ നോക്കുക, അവർക്കൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഹാപ്പി ആവാൻ വേണ്ടി പറ്റും. ഇനി ഒരു മേജർ ആയിട്ടുള്ള ഒരു മെയിൻ പോയിന്റ് ഇവിടെ പറഞ്ഞു തരട്ടെ. നമ്മുടെ അടുത്ത് ഇപ്പൊ ആരെങ്കിലും ഒക്കെ സുഖാണോ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കും, എന്താ നിങ്ങൾ പറയുന്നത്? സുഖാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ എന്താ നിങ്ങൾ പറയല്? അൽഹംദുലില്ലാ എന്ന് പറയൂലേ. മാഷാ അല്ലാ. പക്ഷെ ചിലരെങ്കിലും എന്തുണ്ടാവൂല, ആ ഇങ്ങനെ പോന്നു, അവിടെ വേദന ഇവിടെ വേദന, ആ രീതിയിലുള്ള കമന്റ്സ് ഒക്കെ പറയൂലേ. അത് കേൾക്കാറില്ല നിങ്ങള്? ആടെ വേദനയുണ്ട്, ഇവിടെ വേദനയുണ്ട്, കാലുവേദന, കൈവേദന, അങ്ങനെ ഒരുപാട് ആവലാതികൾ പറയുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? യെസ്, ഉണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണത്, നമ്മൾ നമ്മുടെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലും കൂടെ ഫീഡ് ചെയ്യാം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഫീഡ് ചെയ്യാണ്. എന്ത്, എനിക്ക് സുഖമില്ല, എനിക്ക് അവിടെ വേദന ഉണ്ട്, ഇവിടെ വേദന ഉണ്ട്, അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ അത് റിഫ്ലക്ട് ചെയ്യും. ക്ലിയർ? അപ്പൊ അങ്ങനെ ആവലാതികൾ പറയാതെ നമുക്ക് അൽഹംദുലില്ലാ, ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്, ഞാൻ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്, എല്ലാം റാഹത്തായിട്ട് പോകുന്നുണ്ട്, ആ രീതിയിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിലോ, നമ്മൾ പുറത്തേക്ക് നമ്മുടെ വേർഡ്സിലൂടെ പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് അത് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഓക്കെ ആണ്, ഞാൻ എനർജറ്റിക് ആവുന്ന രീതിയിൽ നമ്മൾ മൈൻഡിന് കൊടുക്കുന്ന മെസ്സേജ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ബോഡിയിൽ റിഫ്ലക്ട് ആവും, നമ്മളിൽ റിഫ്ലക്ട് ആവും.
ക്ലിയർ? അപ്പൊ നമ്മുടെ സംസാരത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ആവലാതികൾ പറയാതെ ഹാപ്പിയാണ്, ഈ സന്തോഷം, സന്തോഷം, സമാധാനം എന്നുള്ള വാക്കുകൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് കീപ്പ് ചെയ്ത് വരിക എന്നുള്ളതാണ്. ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കണ്ടതിൽ സന്തോഷം, പോയതിൽ സന്തോഷം, നിങ്ങൾ വന്നതിൽ സന്തോഷം, ആ രീതിയിൽ സന്തോഷം എന്നുള്ള വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ലൈഫ് ലോങ്ങിൽ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളിലേക്ക് സന്തോഷം ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ അതും കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഈ സന്തോഷം എന്നുള്ള വേർഡ് നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ വേണ്ടിട്ട് നോക്കാം. ഇതിന്റെ അപ്പുറത്തൊരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എത്രമാത്രം ബ്ലെസ്ഡ് ആണ്, അതിന് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇപ്പോഴും ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് അത് കുറവുണ്ട്, ഇത് കുറവുണ്ട്, എനിക്ക് ഞാൻ ഓക്കെ അല്ല എന്ന രീതിയിൽ? ഒരുപാട് ബ്ലെസ്ഡ് ആണല്ലേ നമ്മള്? യെസ്. അപ്പോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് നൈറ്റ് കിടക്കാൻ നേരത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്ന് ഡേ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത മുതൽ നൈറ്റിൽ കിടക്കാൻ നേരം വരെ ഒരുപാട് കാര്യങ്ങൾ കൂടെ, അല്ലെങ്കിൽ ഒരുപാട് കാരണങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും അല്ലെ? അതിൽ നിങ്ങൾ ഏറ്റവും ഹാപ്പി ആക്കിയിട്ടുള്ള 5 കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യും, അത്തരത്തിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും അല്ലെ? നമ്മുടെ ചുറ്റുള്ള, ഇപ്പൊ റബ്ബിന്റെ അടുത്ത് നമുക്ക് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആവാനുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റബ്ബ് തന്നിട്ടുണ്ട്, അതിന് ഓരോന്നും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാനുണ്ട്. അതുപോലെ നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലേ, അവരൊക്കെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് ഇപ്പൊ ഇവിടെ സംസാരിക്കാൻ പോലും പറ്റുന്നത്. എന്തുണ്ടാ, എന്റെ ചുറ്റുമുള്ള ആൾക്കാർ എനിക്ക് വേണ്ടി ഒരുപാട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, അപ്പോഴാണ് എനിക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി പോലും പറ്റുന്നത്. അങ്ങനെ നമ്മുടെ ചുറ്റും ആൾക്കാരിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേറ്റ്ഫുൾ ആവാം, അവരുടെ ആ സന്തോഷം പങ്കുവെക്കാം. ആ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് നമ്മുടെ റബ്ബിന്റെ അടുത്ത് ഗ്രേറ്റ്ഫുൾ ആവാം, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിലും. നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ടല്ലോ, നമുക്ക് വീടുണ്ട്, നമുക്ക് മൊബൈൽ ഉണ്ട്, നമുക്ക് ഇപ്പൊ ഈ സൂം ആപ്പ് ഉണ്ട്, ഈ ലാപ്ടോപ്പ്, അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ നമ്മുടെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ് എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടി ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ ഓൾവേസ് റബ്ബിന്റെ അടുത്ത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ മെജോറിറ്റി നമ്മുടെ പ്രശ്നങ്ങളും തീരും. നമ്മൾ അൽഹംദുലില്ലാ എപ്പോഴും റബ്ബുമായിട്ട് കണക്ട് ചെയ്ത് അൽഹംദുലില്ലാ എനിക്ക് അതുണ്ടല്ലോ, അൽഹംദുലില്ലാ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരൂല. ഓക്കെ, ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്ന് നോട്ട്ബുക്കും പെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുവോ? പെന്ന് ബുക്കൊക്കെ ഉണ്ട് എല്ലാവരുടെ കയ്യിലും? അല്ലെങ്കിൽ അടുത്ത എവിടെയെങ്കിലും ടാബിളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പൊ നിങ്ങൾ എഴുതണം എന്നില്ല, ഞാൻ പറയുന്ന സാധനങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ക്ലാസ് കഴിഞ്ഞിട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. പറയട്ടെ? എല്ലാവർക്കും ബുക്കും പെന്നൊക്കെ കിട്ടിയോ? യാ, പറയാണ്. നിങ്ങൾ ഏറ്റവും ഹാപ്പി ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ? അങ്ങനെ 3 കാര്യങ്ങൾ, നിങ്ങളെ ഏറ്റവും ഹാപ്പി ആക്കുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഇപ്പൊ നോട്ട് ചെയ്യണ്ട, ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രം എഴുതി വെച്ചാൽ മതി. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. നിങ്ങളെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആക്കുന്ന 3 കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റ ഒരു നെഗറ്റീവ് തോട്ട്, എപ്പോഴും എപ്പോഴും നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു നെഗറ്റീവ് തോട്ട്. പിന്നെ നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഉണ്ട് അല്ലേ? നമുക്ക് ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, കൊളീഗ്സ്, അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നമ്മുടെ ചുറ്റും നമുക്കുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ബന്ധങ്ങളുണ്ടാവും, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ബന്ധങ്ങളുണ്ടാവും അല്ലെ? അതിൽ നിങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ബന്ധങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ്? ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ പേര് നോട്ട് ഡൗൺ ചെയ്യാം. നിങ്ങളെ ഏറ്റവും ഹാപ്പി ആക്കുന്ന ബന്ധങ്ങൾ. ഓക്കെ, യെസ്. പിന്നെ ഇന്നലെ മുതൽ ഇന്ന് ഈ ഒരു 2:30 ഈ ഒരു സമയം വരെ നിങ്ങളെ ഏറ്റവും സന്തോഷിച്ച, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പൊട്ടിച്ചിരിച്ച, മനസ്സറിഞ്ഞ് നിങ്ങൾ ചിരിച്ച ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടെങ്കിൽ ആ മൊമെന്റ് കൂടെ, ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ടായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, എന്നെ സങ്കടപ്പെടുത്തുന്ന എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, എന്തൊക്കെ ചിന്തകളാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എന്നെ സന്തോഷിപ്പിക്കുന്നതിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യണോ അല്ലെ സങ്കടപ്പെടുത്തുന്നതിന് ഞാൻ ഫോക്കസ് ചെയ്യണോ എന്നുള്ള രീതിയിൽ നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 1 hour നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഓൾമോസ്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? സന്തോഷം നമുക്ക് ഏതൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എത്ര പൈസ കൊടുത്താലും കിട്ടുന്ന ഒരു സാധനം അല്ലാന്ന് മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടോ? യെസ്, അത് നമ്മളുടെ അകത്തുനിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മനസ്സിലായോ? യെസ്, അൽഹംദുലില്ലാ മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഗ്രേറ്റ്. സോ സന്തോഷം എന്നുള്ളത് ഒരു സ്കില്ലാണ്. അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അകത്ത് ഇൻബിൽഡ് ആവേണ്ട സാധനമാണ് സന്തോഷം, ഹാപ്പിനെസ് എന്നുള്ളത്. അത് ഒരിക്കലും നമുക്ക് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റൂല. അതിനുവേണ്ടി നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ നമുക്ക് ഹാപ്പിനെസ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേറ്റ്. ഓക്കെ, ഇനി നമ്മൾ ആരും വെയിറ്റ് ചെയ്യണ്ട സന്തോഷിപ്പിക്കാനായിട്ട്. ഹസ്ബൻഡിനെയോ മക്കളോ റിലേറ്റീവ്സിനെയോ ഫ്രണ്ട്സിനെയോ ആരും വെയിറ്റ് ചെയ്യണ്ട. നമുക്ക് സ്വന്തമായിട്ട് സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ രീതിയിലൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട്, ഏറ്റവും ഹാപ്പി ആയിട്ട്, ഏറ്റവും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കാം ഇൻഷാല്ലാ. ഓക്കെ അല്ലേ? അപ്പൊ ഇൻഷാല്ലാ എന്നെ ഇത്രയും ടൈം കേട്ടോണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് ആക്ച്വലി എന്റെ പബ്ലിക്കിലേക്കുള്ള ഫസ്റ്റ് സെഷൻ ആയിരുന്നു. ഓക്കെ, അൽഹംദുലില്ലാ അത് ഭംഗിയായിട്ട് ഓൾമോസ്റ്റ് എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇൻഷാല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു വർക്ക്ഷോപ്പ് പോലെ കുറച്ച് ദിവസത്തേക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാല്ല. അത് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ്. അത് എപ്പോഴാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം നമുക്ക് ഇൻഷാല്ല. അപ്പൊ അപ്പോഴേക്ക് നിങ്ങൾ വരുന്ന സമയത്തേക്ക് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം, ഒരു ഒരു ബുക്ക് ഉണ്ടാവണം. ഓക്കെ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എന്തെങ്കിലും ഒരു കുഞ്ഞു ബുക്ക് നിങ്ങളുടെ കയ്യിൽ വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഡെയിലി ഇനി എന്ത് ചെയ്യണം, മോർണിംഗ് ടു നൈറ്റ് വരെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഹാപ്പി മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ അതിലൊരു 5എണ്ണെങ്കിലും നിങ്ങൾ ഡെയിലി എഴുതി വെക്കാം. നമ്മൾ ഫുഡ് കഴിക്കുന്ന പോലെ, നമ്മൾ കുളിക്കുന്നത് പോലെ, നിസ്കരിക്കുന്ന പോലെ ഒരു കാര്യമായിട്ട് നിങ്ങളുടെ ഒരു മീ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യും, ഡെയിലി നോട്ട് ചെയ്ത് വെക്കാം ഇൻഷാല്ലാ. എന്നിട്ട് വേണം നിങ്ങൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക്ഷോപ്പിലേക്ക് വരാനായിട്ട്. റെഡി അല്ലേ നിങ്ങൾ? ഇൻഷാല്ല. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്, കുറെ പേർക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. എങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്, എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്, എപ്പോഴൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് വരുന്നത്, എന്തൊക്കെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ബെനിഫിറ്റ്സ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട്, ആ രീതിയിൽ ഒരു വലിയ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് മനസ്സിലാക്കാനുണ്ട്. നമുക്കൊക്കെ വളരെ കുറച്ചേ മനസ്സിലായിട്ടുള്ളൂ. ഓക്കെ, അതിന്റെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണ് ഇൻഷാല്ല. അതൊക്കെ നമുക്ക് പതിയെ പതിയെ ഡിസ്കസ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ തന്നെ ഉണ്ടാവണം ഇൻഷാല്ല. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയും ടൈം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഒരു ഫീഡ്ബാക്ക് നമുക്ക് പറയാം. അതിന് വേണ്ടി ടൈമാണ്. സോ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാട്ടോ, പറയാൻ താല്പര്യമുള്ളവർക്ക്. എനിവൺ? ഓൾമോസ്റ്റ് 1 hour ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ, ഇനി നിങ്ങളത് പ്രാക്ടീസ് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായത് വെച്ചിട്ട് എനിവൺ? ഓക്കെ, അൽഹംദുലില്ലാ. എനിവേ ഇത്രയും മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ജസ്ന മാം. യാ, അൺമ്യൂട്ട് ചെയ്യാട്ടോ. അൺമ്യൂട്ട് ചെയ്യാവേ. ഓക്കെ. അൽഹംദുലില്ലാ ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കേൾക്കുന്നുണ്ടോ? ഓ, കേൾക്കാം. ഇവിടെ നെറ്റ് ഇഷ്യൂ ആണ്, അതാണ് ചോദിച്ചത്. പിന്നെ നമ്മളെ സന്തോഷങ്ങള് നമ്മൾ തന്നെ കണ്ടെത്തണമെന്ന് മാം ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ ഉണർത്തിയപ്പോ. അൽഹംദുലില്ലാ
പിന്നെ മാം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്യണം ഇൻഷാല്ല. ഇൻഷാല്ലാ. പിന്നെ ക്ലാസ് കേട്ടപ്പോ ഒരു മനസ്സിനൊരു റാഹത്ത് തോന്നുന്നുണ്ട്. നീ കൂടെ ഉണ്ടാവും ഇൻഷാല്ല. ഇൻഷാല്ലാ. ഒരുപാട് സന്തോഷങ്ങൾ ലൈഫിൽ ഉണ്ടാവട്ടെ അല്ലേ? ഇൻഷാല്ലാ. താങ്ക് യു സോ മച്ച്. ആമീൻ. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്യാട്ടോ. ഓക്കെ, ഒരു 5 മിനിറ്റ്സ് കൂടി ഉണ്ട് നമ്മുടെ ടൈം അപ്പ് ആവാനായിട്ട്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സും യൂസ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് എവ്രി വൺ. ഇൻഷാല്ല ഇനിയും ഇതുപോലെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും സമയം എന്നെ കേട്ടിരുന്ന ഓരോരുത്തർക്കും ഹൃദയത്തിൽ തൊട്ട് വലിയ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അൽഹംദുലില്ലാ. ഇൻഷാല്ല. ഓക്കെ ഡിയർ, ഓക്കെ, താങ്ക് യു സോ മച്ച്. അതെ, ഇനി നമ്മൾക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾക്ക് വേണ്ടി ജീവിക്കണം അല്ലേ? ഇൻഷാല്ല. യെസ്. അപ്പൊ ഇനി നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ആരെയും വെയിറ്റ് ചെയ്തിരിക്കണ്ട നമ്മളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുന്നിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു എഫേർട്ടും ഇല്ലാതെ നമുക്ക് ഹാപ്പി ആവാൻ വേണ്ടി പറ്റുന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ട് ആ ഒരു അവയർനെസ് തരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇൻഷാല്ല. അൽഹംദുലില്ലാ. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ബാക്കിയുള്ളവരൊക്കെ ഫീഡ്ബാക്ക് പറയാട്ടോ. താങ്ക് യു സോ മച്ച് എവ്രി വൺ. ബൈ. അസ്സലാമു അലൈക്കും. ഇൻഷാല്ല.